ഇത് ടാറ്റ സ്കൈ സെറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. ഇതാണ് നമ്മുടെ ലിങ്ക്സാറ്റിലെ ജിസാറ്റ് 30 83 ഡിഗ്രി ജിസാറ്റ് 10 അല്ലെങ്കിൽ ഇതിൽ കാണിക്കുന്നുണ്ട്. ജിസാറ്റ് 10 30 83 ഡിഗ്രി നമ്മുടെ ടാറ്റ സ്കൈയുടെ സാറ്റലൈറ്റ് ആണ് ഇത് വരുന്നത്. ലിങ്ക്സാറ്റിലെ TP ലിസ്റ്റാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇതാ 10-9-7-0 വെർട്ടിക്കൽ 32-7-2-0. ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു TP ആണ്. ഇത് വെച്ചിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തത്. അതിനകത്ത് തന്നെയാണ് നമ്മുടെ സി കേരളം എന്ന ചാനൽ വരുന്നത്. ഇതെല്ലാം സ്ക്രാമ്പിൾഡ് ചാനലാണ്. ടാറ്റ സ്കൈയുടെ മാത്രം ഒരു സാറ്റലൈറ്റ് ആണ്. ഫ്രീ ടു എയർ ഒന്നും തന്നെ ഇതിനകത്ത് ഇല്ല. അടുത്ത TP 11-0-1-0 ഹൊറിസോണ്ടൽ 32-7-2-0. അതേപോലെ 11-0-5-0 വെർട്ടിക്കൽ 32-7-2-0. 11-0-5-0 ഹൊറിസോണ്ടൽ 32-7-2-0. ഇത് നല്ല സ്ട്രോങ് TP ആണ്. ടാറ്റ സ്കൈയുടെ നല്ല സിഗ്നൽ ഉണ്ട് ടാറ്റ സ്കൈക്ക്. ജസ്റ്റ് ഞാനൊരു TP ലിസ്റ്റ് ഞാൻ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്കും അതേപോലെ ഇതിൻ്റെ TP അറിയാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ TP പറഞ്ഞത്. ഇതിൻ്റെ വീഡിയോയിൽ ഞാനിനി അവസാന ഭാഗത്തും, അതായത് ഇത് ട്യൂൺ ചെയ്തതിന് ശേഷവും ഇതിൻ്റെ TP നമ്പർ ഞാൻ കാണിക്കുന്നതാണ്. ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ആദ്യമായിട്ട് സെറ്റ് ചെയ്യുന്ന ആൾക്കാർ, അതല്ലെങ്കിൽ അവരവരെ വീടുകളിൽ ചെറിയ ചെറിയ കംപ്ലൈൻറ്റ് എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ഡിഷ് അലൈൻമെൻറ്റ് തെറ്റുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് സെറ്റ് ചെയ്യാൻ അറിയുന്ന ആൾക്കാർ ഈ വീഡിയോ കാണരുത്. ഡിഷ് അലൈൻമെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ടാറ്റ സ്കൈയുടെ ഒരു വീഡിയോ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ടാറ്റ സ്കൈ ഒന്ന് സെറ്റ് ചെയ്തതിൻ്റെ വീഡിയോ ഇടുന്നത്. ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് വീഡിയോകോൺ ഡിഷ് TV സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ വീഡിയോകോൺ ഡിഷ് TVയുടെ സിഗ്നൽ തന്നെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇതിന് മുമ്പ് ഞാൻ DD ഫ്രീ ഡിഷിൽ നിന്നും ഡിഷ് TVയിലേക്ക് എങ്ങനെ വീഡിയോകോൺ ഡിഷിലേക്ക് എങ്ങനെ മാറ്റാം എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആൾക്കാർ ദയവ് ചെയ്ത് ആ ഒരു യൂട്യൂബ് ചാനലിനകത്ത് കയറിയിട്ട് ആ ഒരു വീഡിയോ ജസ്റ്റ് ഇതിനു മുമ്പ് ചെയ്ത ആ വീഡിയോ നിങ്ങൾക്ക് നോക്കാം. ഇത് ഡിഷ് TVയുടെ ഒരു ഫ്രീക്വൻസി അതിൻ്റെ സിഗ്നലുമാണ് ഞാൻ ഈ മീറ്ററിൽ കാണിക്കുന്നത്. ഇത് ഇപ്പോൾ നമ്മുടെ ഡിഷ് TVയുടെ ബാക്ക് സൈഡാണ്. ഇതിൻ്റെ ജസ്റ്റ് ഈ സ്പാൻഡർ ഉപയോഗിച്ച് നമുക്ക് ലൂസ് ചെയ്യാം. ലൂസ് ചെയ്തതിന് ശേഷം കുറച്ചുകൂടി നേരത്തെ ഉള്ളതിനേക്കാളും കുറച്ചുകൂടി പടിഞ്ഞാറേക്ക്, അതായത് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് തിരിക്കുക. അപ്പോൾ ചെറുതായിട്ട് സിഗ്നൽ നമുക്ക് വരുന്നതായിരിക്കും. ചെറിയൊരു ബസറിൻ്റെ ചെറിയൊരു ബീപ്പ് വരുന്നതായിരിക്കും. തൊട്ടടുത്ത് തന്നെയാണ് ഇതിൻ്റെ സിഗ്നൽ നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം നമുക്ക് LMB സ്ക്രൂവും അതേപോലെ തന്നെ ജസ്റ്റ് ഇതിൻ്റെ ഡിഷിൻ്റെ എലിവേഷൻ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ജിയോ സാറ്റ് കാൽക്കുലേറ്റർ അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഡയറക്ടർ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടും ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ ഇതിൻ്റെ എലിവേഷനും എസ്യൂമത്തും ഏത് സാറ്റലൈറ്റിൻ്റെയും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ ആ രണ്ട് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതിന് മുമ്പ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. ജിയോ സാറ്റ് കാൽക്കുലേറ്ററിൻ്റെയും സാറ്റലൈറ്റ് ഡയറക്ടർ എന്ന ആപ്ലിക്കേഷനെ പറ്റിയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ കയറിയിട്ട് അത് കാണുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ ഉണ്ടായ ഒരു പൊസിഷനും ഇപ്പോഴത്തെ പൊസിഷനും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കുറച്ചുകൂടി ഒന്ന് തിരിഞ്ഞിട്ടുണ്ട്, അതായത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് കുറച്ചുകൂടി ഒന്ന് തിരിഞ്ഞിട്ടുണ്ട്. ഡിഷ് TVയിൽ നിന്ന് കുറച്ചും കൂടി ഒന്ന് തിരിയേണ്ട ആവശ്യമുണ്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ
ഇതിൻ്റെ DD ഫ്രീ ഡിഷിൽ നിന്നും ഡിഷ് ടി വിയിലേക്ക് വീഡിയോകോൺ ഡയറക്ഷനിലേക്ക് തിരിയുന്നത് ഞാൻ കാണിച്ചിരുന്നു. ഇതിൽ ഡിഷ് ടി വിയിൽ നിന്നും നമുക്ക് ടാറ്റ സ്കൈയിലേക്ക് തിരിയുന്നതാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ LMB സ്ക്യൂ, ഇങ്ങനെയാണ് ഉള്ളത്. ടാറ്റ സ്കൈയുടെ LMB സ്ക്യൂ ഇങ്ങനെയാണ് വരുന്നത്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഷാർപ്പ് എന്ന കമ്പനിയുടെ LMB ആണ് ഇതിന് ഉപയോഗിച്ചത്. ഇതിന് ഏത് ടൈപ്പ് LMB വേണമെങ്കിലും KUവിൻ്റെ LMB ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഷാർപ്പ് എന്ന LMB ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കിപ്പോൾ നല്ല സിഗ്നലുണ്ട്. ഇതാ 61-62% ഈ ഞാൻ ഇതിൽ സെറ്റ് ചെയ്ത TPക്ക് ഉണ്ട്. 19.70-32-720 വെർട്ടിക്കൽ. ഇതിന് നല്ല സിഗ്നൽ 62% സിഗ്നൽ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാൻ വേണ്ടി പറ്റും. കുറച്ചും കൂടി ക്ലിയറായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചും കൂടി സൂം ചെയ്ത് കാണിക്കുന്നത്. അതിൻ്റെ ഫ്രീക്വൻസി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് TV-യിൽ നോക്കാം. ഇത് ജസ്റ്റ് ഞാൻ ബ്ലൈൻഡ് സ്കാൻ, ഇത് ടാറ്റ സ്കൈയുടെ ഒരു റിസീവർ അല്ല, ഇത് നോർമൽ FT റിസീവറിൻ്റെ റിസീവറാണ്. നമുക്കത് കാണാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ട്യൂൺ ചെയ്യുമ്പോൾ എത്ര ചാനൽ വരുന്നുണ്ട്, അതിൻ്റെ TP ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ ഒന്നും ഓപ്പൺ ആവില്ല. ടാറ്റ സ്കൈയുടെ ടെമ്പററി ആയിട്ട് FTO അങ്ങനെയൊന്നും ഉണ്ടാവാറുമില്ല. നോർമൽ എപ്പോഴും എല്ലാം സ്ക്രാമ്പിഡ് തന്നെയായിരിക്കും ടാറ്റ സ്കൈയുടെ ചാനലുകൾ. പക്ഷേ നമുക്ക് ഇത് സിഗ്നൽ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. ഈ റിസീവർ ഉപയോഗിച്ചിട്ട് നമുക്ക് സിഗ്നൽ പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. മീറ്റർ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇതുപോലൊരു റിസീവർ ഉണ്ടെങ്കിൽ, അതേപോലെ ഒരു ചെറിയ ഡിസ്പ്ലേയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. TP ചെയ്തിട്ട്, അല്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ബ്ലൈൻഡ് സ്കാൻ അടിച്ച് അതിൽ TP ആണ്, ആ TP സെലക്ട് ചെയ്തിട്ട് നമുക്ക് ടാറ്റ സ്കൈ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ടാറ്റ സ്കൈയുടെ പൊതുവെ നല്ല സിഗ്നലാണ് മീറ്ററിൽ, അതേപോലെ തന്നെ റിസീവറിലും കാണിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ഏറ്റവും നല്ല സ്ട്രോങ് TP ഞാൻ കാണിക്കുന്നതാണ്. ഓരോന്നിൻ്റെയും TP വരുമ്പോൾ ഞാൻ ഇതിൽ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും നല്ല സ്ട്രോങ് TP ഈ റിസീവറിൽ കിട്ടിയത് ഞാൻ കാണിക്കുന്നുണ്ട്. 100% സിഗ്നൽ കിട്ടിയത് ഞാൻ കാണിക്കുന്നുണ്ട്. ഇതിന് നമുക്ക് 100% സിഗ്നലുകൾ.